ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വെട്ടിയാട് ചർച്ചിൽ പോയായിരുന്നു ചേച്ചിയായിട്ട്. ചേച്ചി ഇന്ന് വെളുപ്പിന് പോവുകയാണ് തിരിച്ച്. അപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പാണ് ഇന്ന് അവളുമായിട്ട്. പിന്നെ അങ്ങനെ അച്ഛനില്ലായിരുന്നു, അച്ഛനൊരു കല്യാണം ഉണ്ടായിരുന്നു, കല്യാണത്തിന് പോയായിരുന്നു. പിന്നെ 2-3 നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഇത്രയും പേരായിട്ടാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു, ഉത്സവം തുടങ്ങിയ തിരക്കായിരുന്നു. ഇഷ്ടംപോലെ ഉത്സവം തുടങ്ങിയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്കുള്ളത്. എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ് വെട്ടിയാട് ചർച്ച്. എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലേസാണ് വെട്ടിയാട് ചർച്ച്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. യുവിയുടെ സെക്കൻഡ് ടൈമാണ് ചർച്ചിൽ വരുന്നത്, വെട്ടിയാട് ചർച്ചിൽ. ഫസ്റ്റ് വന്നിട്ടുള്ളത് 3 months ആയിരുന്നു. അപ്പോൾ അവനെ ആദ്യം നമ്മൾ കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. പിന്നെ ഇതേ കണ്ടില്ലേ, മെഴുക് അത് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ഇത് കാണുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത്. കാരണം തിരക്കായതുകൊണ്ട് ഇഷ്ടംപോലെ മെഴുകുതിരി എല്ലാവരും കത്തിക്കുന്നുണ്ടത് നിറയും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിക്കൊണ്ടേയിരിക്കും അടിയിൽ നിന്ന്. അങ്ങനെ യുവി എല്ലാ ലൈറ്റുമൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റ് കാണുന്നതും വെട്ടവും ഇതെല്ലാം ആൾക്കാർ ഇതൊക്കെ അവൻ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കി. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ പുതിയതായിട്ട് വെട്ടുകാട് ചാപ്പൽ എന്ന് പറയുന്നൊരു പ്ലേസ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കയറുന്നത്. ഈ ഇടയ്ക്ക് ഓപ്പൺ ആയത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയപ്പോഴാണ് അത് കണ്ടത്. ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു. അതിൻ്റെ അകത്തുള്ള വീഡിയോസ് നമുക്ക് അലൗഡാണ്, നമുക്ക് എടുക്കാം. പിന്നെ അതിലെ ഒരു ഏരിയയിൽ മാത്രം വീഡിയോ നമുക്ക് എടുക്കാൻ പാടില്ല. അവിടെ നല്ല പ്രെയറിൻ്റെ ഒരു ഏരിയ, അപ്പോൾ അവിടെ നമുക്ക് ഫോൺ അലൗഡ് അല്ല. ബാക്കിയുള്ള ഇതിൽ കയറാം. ചെറുതായിട്ടൊരു പള്ളി പോലെ അതിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒക്കെ ഒരു അവിടെ പഴയ കാര്യങ്ങളും പഴയ സാധനങ്ങളും പള്ളിമണി അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു അകത്തായിട്ട്. പിന്നെ വസ്ത്രങ്ങൾ അതെല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ പിന്നെ നന്നു യുവിയാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു. സൈലൻ്റായിട്ട് കയറേണ്ട ഒരു പ്ലേസാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർ രണ്ടുപേരും നല്ല ബഹളമായിരുന്നു. മീൻസ് കാണാനും ഓടാനും അങ്ങനെ ആയിട്ടുള്ള യുവിയും നല്ല ബഹളം ഉണ്ടായിരുന്നു രണ്ടുപേരും. പിന്നെ ഇതിൻ്റെ അകത്ത് ഓരോരോ സാധനങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കോയിൻസ് അങ്ങനെ എല്ലാം പഴയ സാധനങ്ങൾ പഴയ അതൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു മണി പോലത്തെ പള്ളി മണിയാട്ടോ. അത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടെണ്ണം അവിടെ ഇടും. പിന്നെ ജീസസിൻ്റെ രൂപം അവിടെ ഉണ്ടായിരുന്നു. ജീസസിൻ്റെ മുൾക്കിരീടം അതെല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ പറ്റിയ നല്ല രസമായിരുന്നു, നല്ലൊരു ഭാഗ്യമായിരുന്നു. സോ അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് എല്ലാവരും വന്ന് കാണാൻ വെട്ടിയാട് ചർച്ചിൽ ഇത് ചാപ്പലിൻ്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ വന്ന് കാണേണ്ടതാണ്. അടിപൊളിയായിരുന്നു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എല്ലാം കാണാൻ പറ്റിയില്ലേ നമുക്ക്. പിന്നെ അതിൻ്റെ അകത്തായിട്ട് വെട്ടുകാട് ചർച്ചിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ജീസസിൻ്റെ ആ ഒരിതും ഈ പള്ളിയുടെ രൂപവും എല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു അവിടെ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഒരു പള്ളി പോലെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തായിട്ടാണ് അടുത്തൊരു ചർച്ച് പോലെ അവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം, മറ്റൊരു പ്ലേസിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയും സൈലൻ്റാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ നന്നുവും യുവിയും കൂടി എൻ്റെ പൊന്നു, അല്ലാത്തപ്പോൾ അവർ മിണ്ടാതിരിക്കുന്നതാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ നല്ല ബഹളമായിരുന്നു. യുവി അതിൻ്റെ പുറത്ത് കണ്ടില്ലേ, അതിൻ്റെ പുറത്ത് കയറി നിൽക്കുന്നു. പിന്നെ നമ്മൾ ഇരുത്തിയ കസേരയിൽ കിടന്നു ചാടുന്നു. നന്നു അതുപോലെ തന്നെയായിരുന്നു. ലാസ്റ്റ് സഹിയിട്ട് നമ്മൾ രണ്ടുപേരും എടുത്തുകൊണ്ട് വെളിയിലോട്ട് പിന്നെ ഇറങ്ങിയായിരുന്നു. എല്ലാവരും സൈലൻ്റായിട്ടിരുന്ന് പ്രെയർ ചെയ്യേണ്ട സ്ഥലമല്ലേ. ഞങ്ങൾ ഇത്രയും പേര് ഒരു ബെഞ്ചിലായിട്ടാണ് ഇരുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് സൗണ്ട് നന്നുവിൻ്റെ യുവിനെയും കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ഓഡിയോ കൊടുക്കുന്നതിൻ്റെ അടുത്ത് വന്ന് രണ്ടുപേരും എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്നത് ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാക്കാണ്ടില്ലേ, ചർച്ചിൻ്റെ ഇതും ആദ്യം കയറി അവിടെയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രസമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. പിന്നെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഫേസ് കാണിച്ചിട്ടുള്ള എടുത്തതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞ് അടുത്ത് വീണ്ടും കുറച്ച് ഫ്രണ്ടിലോട്ട് പോകാം. പിന്നെ ബൈബിള് കുറച്ചൊരു ഷെൽഫ് പോലെ ചെയ്തിട്ട് അതിൽ ബൈബിളിൻ്റെ ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് മൊത്തവും. അപ്പം ഞാനും എൻ്റെ ചേച്ചിയുടെയും ലാസ്റ്റ് ട്രിപ്പ് ഈ വർഷത്തെ. അവൾ പോകുകയല്ല. അപ്പോൾ ഇനി അടുത്ത വർഷം അവൾ എപ്പോൾ വരുമോ അപ്പോഴല്ലേ ഇനി നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളെല്ലാം കണ്ടു. ഇവിടെ ഒരു
ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു ആ സൈഡിൽ. പിന്നെ ചേച്ചിയും ചേട്ടനും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ ഞാൻ എടുത്തു കൊടുത്തായിരുന്നു. പിന്നെ ഇത് അടുത്ത് കയറി ഒരു സൈഡ് പോലെ ഉണ്ട്. ആ സൈഡിലോട്ട് കയറി വരുമ്പോൾ ഇത് വെച്ചിട്ടുള്ള മാതാവും ജീസസും അങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ഒരു രൂപം. പിന്നെ അതിൽ നിന്ന് അവിടുന്ന് കുറച്ച് മേളിലോട്ട് കയറുമ്പോൾ അടുത്ത് ഈ ഒരു ബൈബിളിലെ കഥയിലെ കല്യാണത്തിന് ഈ വീഞ്ഞുണ്ടാക്കുന്ന ആ ഒരു കഥയുടെ ഇതിൻ്റെ ഒരു രൂപങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ജീസസും രണ്ടാൾക്കാർ ആ വീഞ്ഞെടുക്കുന്നതും ആ ഒരു ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതോടെ ഇവിടെ തീരുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോകുന്നതാണ്. അതിനിടയിൽ കൂടെ ഇതേപോലെ മീനിൻ്റെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടെ കഴിഞ്ഞ് പിന്നെ വെളിയിലോട്ടാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിൽ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടെ വെച്ച് പിന്നെ യുവിയെ താഴെ നമ്മൾ വിട്ടായിരുന്നു കേട്ടോ. താഴെ വിട്ടപ്പോൾ അവരാണെങ്കിൽ ഫുൾ ഓട്ടം തന്നെയാണ്. അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, എങ്ങോട്ട് അവന് പോകണമെന്നൊരു തിപ്പില്ലാതെ അവൻ ഫുള്ളായിട്ട് കിടങ്ങും. പിന്നെ അവിടുത്തെ ലൈറ്റ് കാണുമ്പോൾ അതിനെ പോയി പിടിക്കുന്നു. അങ്ങനെ ഫുൾ ഓട്ടം തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി ഇറങ്ങുമ്പോഴാണ് ആ ബൈബിളിൻ്റെ ഇത് കാണാൻ പറ്റുന്നത്. ഒരു വഴി കൂടെയാണ് കയറുന്നത്, പിന്നെ മറ്റൊരു വഴി കൂടെയാണ് പോകുന്നത് തിരിച്ച്. അപ്പോൾ അത് ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ബൈബിളിൻ്റെ. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോയിൽ. പിന്നെ നമ്മൾ ഇതുവഴി ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സൈഡിൽ എടുക്കുമ്പോൾ ഇത് സെമിത്തേരിയാണ്. ഇവിടെ ഇടവകക്കാരുടെ സെമിത്തേരി. അപ്പോൾ ഈ ചാപ്പൽ എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെല്ലുന്ന ഉപവാസ പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് കണ്ട് നമ്മൾ അതാണ് ചാപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ പള്ളിയിലേക്ക് കയറുകയാണ്. നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് വഴിയാണ് കയറി. ഫ്രണ്ടിൽ കയറിയപ്പോൾ അതേ എല്ലാ പ്രാർത്ഥനയും അങ്ങനെ ടൈമൊക്കെ ആയിരുന്നു. പിന്നെ വീഞ്ഞ് അത് കൊടുക്കുന്ന ആ ടൈമും അപ്പവും വീഞ്ഞും കൊടുക്കുന്ന ടൈമൊക്കെ ആയിരുന്നു. പിന്നെ അത് കറങ്ങി ബാക്കിലൂടെ കയറാൻ നോക്കി. അപ്പോഴും സ്ഥലമില്ല ഇരിക്കാനായിട്ടൊന്നും. ഫുൾ തിരക്കായിരുന്നു. പിന്നെ യുവി അവിടെ വിട്ട് വീണ്ടും യുവി അതിൽ പോയി പിടിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ബഹളമായിരുന്നു. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് വെളിയിലോട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ കടലിൻ്റെ അങ്ങ് പോയില്ലായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ബഹളമായതുകൊണ്ട് കടലിൻ്റെ അങ്ങ് പോയില്ല. പിന്നെ ഇവിടെ കുറേ കടകളൊക്കെ സൈഡിൽ ഉത്സവമായതുകൊണ്ട് സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു. ഐസ്ക്രീം കഴിച്ചു, ലൈം കഴിച്ചു, പാനിപൂരി കഴിച്ചു, ബജ്ജി കഴിച്ചു, അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. See you soon in my next video. Take care. Bye. അപ്പോൾ വെട്ടേട് പോകാത്തവർ തീർച്ചയായിട്ടും പോയി കാണേണ്ടതാണ്.